ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ സ്വീഡനിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അറിയാം, നമുക്ക് വരുന്ന സമയത്ത് ഒരു റെസിഡൻസ് പെർമിറ്റ് കാർഡ് കിട്ടിയിട്ടാണ് നമ്മൾ വരിക സ്വീഡനിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ പോകേണ്ടത് ഒരു സ്കാറ്റർവർക്കറ്റ് എന്ന് പറയുന്ന ഒരു ടാക്സ് ഓഫീസിലാണ്. അത് നമ്മുടെ ഏരിയയിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ട് അവിടെ ഒന്ന് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഈ ഓഫീസ് വർക്കിംഗ് ആയിട്ടുള്ളൂ. സാറ്റർഡേ സൺഡേ ഓഫാണ്. അപ്പോൾ എങ്ങാനും വ്യാഴാഴ്ച സ്വീഡനിൽ എത്തുകയാണ്, ഒരു വെള്ളിയാഴ്ചത്തേക്ക് നമ്മൾ വിചാരിക്കും ടയേർഡാണ്, നമുക്ക് അടുത്ത ആഴ്ച പോകാമെന്ന് കരുതരുത്. പേഴ്സണൽ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ. അപ്പോൾ വീക്ക് ഡേയ്സിൽ മൺഡേ ടു ഫ്രൈഡേ ആണ് ഓഫീസ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് തന്നെ വന്ന ഉടനെ തന്നെ വേഗം ടാക്സ് ഓഫീസ് ഏതാണ് അടുത്തുള്ളത് കണ്ടെത്തിയിട്ട് നമ്മൾ അവിടെ പോകുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഞങ്ങൾ ഒരു വ്യാഴാഴ്ചയാണ് എത്തിയത്. വെള്ളിയാഴ്ച വി വർ ലൈക്ക് ടയേർഡ് ആയതുകൊണ്ട് പിന്നെ വെള്ളിയാഴ്ച പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ മൺഡേ വരെ കാത്തു നിൽക്കേണ്ടി വന്നു പോകാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു അബദ്ധം ആർക്കും പറ്റണ്ട. ഏറ്റവും പെട്ടെന്ന് അത് അപ്ലൈ ചെയ്താൽ അത്രയും നല്ലത്. അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മാൽമോ സെൻട്രലിലുള്ള സ്കാറ്റർവർക്കറ്റിൻ്റെ ടാക്സ് ഓഫീസിലേക്കാണ് പോയിട്ടുണ്ടായത്. നമ്മൾ അവിടെ പോയ ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യം, അവിടെ ഡ്രോപ്പ് ഇൻ എന്ന് പറഞ്ഞിട്ടൊരു ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സിസ്റ്റം അവിടെ എൻട്രൻസിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ഡ്രോപ്പ് ഇൻ ടിക്കറ്റ് എടുക്കുക, ടോക്കൺ എടുത്തിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുക. അതിനനുസരിച്ച് അവർ ആ ടോക്കൺ നമ്പറിനനുസരിച്ചിട്ട് അവർ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ രണ്ട് സിസ്റ്റത്തിലായിട്ട് ഇപ്പം എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് സിസ്റ്റം തന്നു. എന്നിട്ട് ഒരു വെബ് പേജ് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അത് കാരണം നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, അതുപോലെ നമ്മുടെ റെസിഡൻസ് പെർമിറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ മാരീഡ് ആയിട്ടാണ്, കപ്പിളിൻ്റെ കൂടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ അതിലുള്ള ഡേറ്റയാണ് ഇവർ ഈ ഒരു സിസ്റ്റത്തിൽ ചോദിക്കുന്നത്. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവിടെ സ്റ്റാഫ് അവൈലബിൾ ആണ്, അവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ഫില്ല് ചെയ്യാം. നമ്മൾ ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവരൊന്ന് ഇൻഫോം ചെയ്യുക. അപ്പോൾ അവർ വന്നിട്ട് അതൊന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും. പ്രിൻ്റ് ഔട്ട് എടുത്ത് തരുന്നതോടുകൂടി ഫസ്റ്റ് ഫോർമാലിറ്റി തീരുകയാണ്. എന്നിട്ട് അവർ നമ്മളോട് അടുത്ത നെക്സ്റ്റ് സിറ്റിങ്ങിനുള്ള 1-2 സ്ലോട്ട്സ് കാണിച്ചു തരും. ഈ ദിവസം ചിലപ്പോൾ 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് സ്ലോട്ട് കിട്ടാം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. എന്നിട്ട് ഈ ഒരു സമയം ഈ ഒരു ദിവസം ഇപ്പോൾ വെള്ളിയാഴ്ച 2:30 നിങ്ങൾക്കൊരു സ്ലോട്ട് ഉണ്ട്, അന്ന് നിങ്ങൾ അവൈലബിൾ ആണോ, നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ എത്രയും പെട്ടെന്നുള്ള സ്ലോട്ട് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ ബുക്ക് ചെയ്യുക. എന്നിട്ട് ആ ദിവസം നമ്മുടെ ഈ ഡോക്യുമെന്റ്സ് ഞാൻ പറഞ്ഞിട്ടുള്ള പാസ്പോർട്ട്, മാരേജ് സർട്ടിഫിക്കറ്റ്, പിന്നെ അതുപോലെ റെസിഡൻസ് പെർമിറ്റ് കാർഡ്, അത് 3 എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോവാം. ഞങ്ങൾക്ക് സ്ലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു 2:30 സ്ലോട്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു 2 മണി ആയപ്പോൾ തന്നെ അവിടെ എത്തി. പക്ഷേ ഒരു 10 മിനിറ്റ്, 2:30 10 മിനിറ്റ് മുമ്പ്, അതായത് 2:20 നമുക്കൊരു അവിടുന്ന് ടോക്കൺ കിട്ടുള്ളൂ. നമ്മൾ ഓൾറെഡി അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മളൊരു ടോക്കൺ എക്സ്ട്രാ എടുത്തിട്ട് അവർ വിളിക്കും. നേരത്തെ ഹാപ്പൻ ചെയ്ത പോലെ തന്നെ ആ ടോക്കൺ വിളിക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പോവാം. ഈ ഡോക്യുമെന്റ്സ് അവരുടെ അടുത്ത് കൊടുക്കുക. അവർ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യും, ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് പരിശോധിക്കും. പിന്നെ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് അവരുടെ അടുത്ത് കീപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ഓരോ ഫോട്ടോ കൂടി അവിടെ നിന്ന് എടുക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫോർമാലിറ്റി. അത് കഴിഞ്ഞിട്ട് അവർ പറയും 2 ആഴ്ച മുതൽ അല്ലെങ്കിൽ 4 ആഴ്ച മുതൽ 6 ആഴ്ച വരെ മിനിമം ടൈം എടുക്കും നിങ്ങളുടെ പേഴ്സണൽ നമ്പർ വരാനെന്ന് പറയും. അപ്പോൾ പോസ്റ്റൽ അഡ്രസ്സ് നമ്മൾ എന്തായാലും കൊടുക്കണം, തെറ്റാണ്ട് കൊടുക്കണം. നമ്മൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റൂം സെറ്റപ്പ് എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു അഡ്രസ്സ് കൊടുക്കണം. മേ ബി പോസ്റ്റിലായിരിക്കാം വരിക. അതുകൊണ്ട് പോസ്റ്റൽ അഡ്രസ്സ് കൃത്യമായിട്ട് കൊടുക്കാൻ നോക്കണം. ഒരു മൊബൈൽ നമ്പറും, സ്വീഡനിലെ ഒരു മൊബൈൽ നമ്പറും, പിന്നെ അതുപോലെ ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കാൻ നോക്കുക. ഇത്രയേ ഉള്ളൂ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഓക്കെ,
എല്ലാവർക്കും കാര്യം പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ, വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം വിത്ത് ഫ്രണ്ട്സ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചോളൂ. എനിക്കറിയുന്നത് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗുഡ് ഡേ ഗൈസ്.